എല്ലാവർക്കും നമസ്കാരം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെയും ഡോക്ടർ ഷാംബി മേനോൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത അധ്യയന വർഷം മുതൽ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകളാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നടപ്പാക്കാൻ പോകുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നതിൽ നിന്ന് ചില വ്യത്യാസത്തോടു കൂടിയാണ് കേരളത്തിൽ 4 വർഷ ഡിഗ്രി നടപ്പാക്കുന്നത്. പല ആശങ്കകളും 4 വർഷ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഇടയിലും രക്ഷിതാക്കളുടെ ഇടയിലും ഒക്കെ ഉണ്ട്. ഡിഗ്രി 4 വർഷം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിന് ചില പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളുണ്ട്. നമുക്ക് ആദ്യം എങ്ങനെയാണ് ഈ 4 വർഷ ഡിഗ്രി കേരളത്തിൽ നടപ്പാക്കുന്നത് നോക്കാം. ഒന്ന്, 4 വർഷ ഡിഗ്രിയുടെ നടപ്പാക്കൽ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നമ്മളൊരു വിദ്യാർത്ഥി ഒരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ 1 വർഷം പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കോഴ്സോടുകൂടി ആ വിദ്യാർത്ഥിക്ക് പുറത്തു പോകാൻ പറ്റും. 2 വർഷം കഴിഞ്ഞാൽ ഡിപ്ലോമ കോഴ്സ്, 3 വർഷം തുടർന്നാൽ ഡിഗ്രി കോഴ്സ്, 4ാമത്തെ വർഷം വീണ്ടും തുടരുകയാണെങ്കിൽ ഡിഗ്രി ഹോണേഴ്സ് വിത്ത് ഡിഗ്രി, ഹോണേഴ്സ് റിസർച്ച് ഡിഗ്രി, ഇങ്ങനെ 2 രീതിയിൽ 4ാമത്തെ വർഷം തുടരാൻ പറ്റും. 4ാമത്തെ വർഷത്തിൽ പുതിയ മാറ്റം എന്ന് പറയുന്നത് 4ാമത്തെ വർഷം വിദ്യാർത്ഥിക്ക് ആവശ്യമെങ്കിൽ തുടർന്ന് പഠിക്കുകയും അത് ഹോണേഴ്സ് വിത്ത് ഡിഗ്രി എന്നുള്ള രീതിയിലും ഹോണേഴ്സ് റിസർച്ച് എന്നുള്ള രീതിയിലും ഓപ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒന്ന്, ഗവേഷണം, ഒരു വിഷയത്തിൽ കൂടുതൽ പഠനം സാധ്യതയുള്ള മേഖലകൾ, ആ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രചോദനം ആ ഭാഗത്തുണ്ട്. ഇനി ഇതിന്റെ മറ്റൊരു നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 വർഷം ഒരു വിഷയം പഠിക്കാൻ ഒരു വിദ്യാർത്ഥി ചേർന്ന് കഴിഞ്ഞാൽ 1 വർഷം സർട്ടിഫിക്കറ്റ് കോഴ്സോടുകൂടി ആ പഠനം അവസാനിക്കുകയും ഒരു ജോലിക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ട തൊഴിലാളിയായിട്ട് മാറുന്ന രീതിയിലേക്ക് പഠനം ചുരുങ്ങുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവ് വശമാണ്. എന്നാൽ ഇതിന്റെ പോസിറ്റീവ് വശമായിട്ട് കാണുന്നത് ആ വിദ്യാർത്ഥിക്ക് തന്നെ തുടർന്ന് പഠിക്കാനും റിസർച്ച് പോലുള്ള കാര്യങ്ങൾ, അതായത് ആ വിഷയത്തിൽ ഗവേഷണം ചെയ്യാൻ PhD പോലുള്ള കാര്യങ്ങൾക്കൊക്കെ 4 വർഷ ഡിഗ്രി വിത്ത് റിസർച്ച് കഴിഞ്ഞാൽ PhDയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള സൈഡുകൾ ഇതിന് ഈ പരിഷ്കാരത്തിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പക്ഷെ കേരളത്തിൽ അടുത്ത വർഷം മുതൽ ഈ 4 വർഷ ഡിഗ്രി നടപ്പാക്കുമ്പോൾ അതിൽ 3 വർഷം നിർബന്ധമായി പഠിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. 4ാമത്തെ വർഷം വിദ്യാർത്ഥിക്ക് ആവശ്യമെങ്കിൽ തുടരാം, ഓപ്ഷണലാണ്. ഇതാണ് പ്രധാനമായിട്ടും ഈ കാര്യങ്ങളിലുള്ളത്. ഇതിൽ വലിയ ആശങ്കയുടെ ആവശ്യമില്ല. നിലവിൽ നടന്നിരിക്കുന്നത് പോലെ തന്നെ 3 വർഷ ഡിഗ്രി ആയിട്ട് വിദ്യാർത്ഥികൾക്ക് തുടരാൻ കഴിയും. 3 വർഷം വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുണ്ട് കേരളത്തിൽ. ആദ്യത്തെ വർഷം എക്സിറ്റ് ചെയ്യുന്ന രീതി കേരളത്തിലില്ല, 2ാമത്തെ വർഷം എക്സിറ്റ് ചെയ്യുന്ന രീതിയും കേരളത്തിലില്ല. 3 വർഷം പഠിച്ചാൽ മാത്രമേ, നിലവിൽ അങ്ങനെയുള്ള സംവിധാനത്തിലാണ് അടുത്ത വർഷം മുതൽ ഇത് നടപ്പാക്കുന്നത്. മാറ്റം എന്ന് പറയുമ്പോൾ 4ാമത്തെ വർഷം വിദ്യാർത്ഥിക്ക് സെലക്ട് ചെയ്ത് ആ വിദ്യാർത്ഥിക്ക് ഓപ്ഷണലായിട്ട് ആ സബ്ജക്റ്റുകൾ തെരഞ്ഞെടുത്ത് തുടർന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് വലിയ വക ഇല്ല. രണ്ടാമത് വലിയ മാറ്റങ്ങളാണ് ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, കരിക്കുലം സിലബസ് മൊത്തത്തിൽ മാറ്റിയിട്ടുള്ള രീതിയിലാണ് നടപ്പാക്കുന്നത്. കരിക്കുലത്തിനകത്തുള്ള മാറ്റം എന്ന് പറയുമ്പോൾ നിലവിൽ നമുക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം, ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ കേരളത്തിനകത്തൊക്കെ ആണെങ്കിലും യൂണിവേഴ്സിറ്റിക്കകത്ത് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികൾ പുറത്തെ യൂണിവേഴ്സിറ്റികളിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയും അവിടെ പഠനത്തിന് വേണ്ടി സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന, സമ്പത്തും ചെലവഴിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ അതിന്റെ പ്രധാന പ്രശ്നം വിവിധ കമ്മിറ്റികൾ അല്ലെങ്കിൽ കമ്മീഷനുകളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ സ്കിൽ ഗ്യാപ്പാണ്, അല്ലെങ്കിൽ നോളേജ് അക്വിസിഷന്റെ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിൽ അക്വിസിഷന്റെ പ്രശ്നങ്ങളുണ്ട്, ലാംഗ്വേജിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റി ലെവലിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതിനെ അഡ്രസ് ചെയ്യാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിഷ്കാരങ്ങൾ നടപ്പാകുമ്പോൾ അതിൽ കരിക്കുലം സിലബസ് അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതിൽ തന്നെ മേജർ മൈനർ എന്ന രീതിയിൽ സബ്ജക്റ്റിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി സബ്ജക്ട് തെരഞ്ഞെടുക്കുമ്പോൾ 50% മേജർ സബ്ജക്ട് തെരഞ്ഞെടുക്കാം, 30% ഫൗണ്ടേഷൻ കോഴ്സാണ്, 20% ഓപ്ഷണൽ ആയിട്ടുള്ള കോഴ്സാണ്. അപ്പൊ ഈ 50% മേജർ എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് 50% ക്രെഡിറ്റുമുള്ള മേജർ സബ്ജക്റ്റുകൾ. ഇപ്പോ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബികോമിലെ വിദ്യാർത്ഥി ബികോം സബ്ജക്റ്റുകൾ 50% ക്രെഡിറ്റുകൾ അക്വയർ ചെയ്ത് ആ വിദ്യാർത്ഥികൾ തന്നെ മറ്റൊരു സബ്ജക്റ്റിൽ നിന്ന്, സോഷ്യൽ സയൻസിൽ നിന്നോ സൈക്കോളജിയിൽ നിന്നോ അല്ലെങ്കിൽ ലാംഗ്വേജിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടർ സയൻസിൽ നിന്നോ ഏതെങ്കിലും മേഖലയിൽ നിന്ന് ആ വിദ്യാർത്ഥിക്ക് ക്രെഡിറ്റുകൾ അക്വയർ ചെയ്യാൻ കഴിയും. ആ തരത്തിൽ ഇതിനെ ആ രീതിയിൽ ഉള്ള കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരവും ഇതിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മേജർ മൈനർ എന്ന രീതിയിലാണ് സബ്ജക്റ്റുകളെ തരംതിരിച്ചിട്ടുള്ളത്. മേജർ സബ്ജക്റ്റുകൾ 50% ക്രെഡിറ്റ് ആണ്, മൈനർ സബ്ജക്റ്റുകളിൽ 20% ക്രെഡിറ്റ് ഓപ്ഷണൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്കാണ്. അതിൽ ലാംഗ്വേജ്, അതുപോലുള്ള ഭാഷാപരമായിട്ടുള്ള പ്രാവീണ്യം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ, അതേപോലെ
സ്കില്ല് അക്വയർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള പഠന രീതികൾ ഇതെല്ലാമാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സുകൾക്കകത്ത് വരുന്നത്. ഇങ്ങനെയാണ് ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. ഇതാണ് കരിക്കുലത്തിനകത്ത് വരുന്ന മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ ഇനി വാല്യുവേഷന്റെ കാര്യത്തിൽ നമ്മൾ നിലവിൽ സെമസ്റ്റർ സിസ്റ്റത്തിനകത്ത് ഒരു വാല്യുവേഷൻ രീതി നമുക്കുണ്ട്. അസൈൻമെന്റ്, സെമിനാറുകൾ കുട്ടികൾ പ്രസന്റ് ചെയ്യുന്നു, വിദ്യാർത്ഥികൾ പ്രസന്റ് ചെയ്യുന്നു, അത് വാല്യൂ ചെയ്യുന്ന രീതി ഉണ്ട്. അതിനെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ട്, അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് അതിനെ മാറ്റിയിട്ട് കുറെ കൂടി വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ, ഇപ്പൊ കൊമേഴ്സ് ആണെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ഒരു എന്റർപ്രണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ആക്ടിവിറ്റീസുകൾ ചെയ്യുകയും, അല്ലെങ്കിൽ ചില ഫാക്ടറി വിസിറ്റുകൾ നടത്തി, അല്ലെങ്കിൽ ചില അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട, ഫിലിം മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂസ്, സെമിനാറുകൾ, ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റി ആ വിദ്യാർത്ഥികളിൽ ആ പഠിക്കുന്ന വിഷയങ്ങളിൽ സ്കില്ല് അതത് സമയത്ത് തന്നെ അക്വയർ ചെയ്യുന്ന രീതിയിൽ ആണ് ഈ കാര്യങ്ങൾ മാറ്റിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വാല്യുവേഷൻ എന്നുള്ളതാണ് ഒരു പ്രധാന മാറ്റം. അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് അവരുടെ കഴിവിനെ പരമാവധി അവർക്ക് ഏതെല്ലാം തരത്തിൽ അവരുടെ കഴിവിനെ പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ളത് നോക്കി ആ തരത്തിലെല്ലാം അവരെ കഴിവിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതിനെല്ലാം നമുക്ക് വാല്യൂ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഗ്രേഡും മാർക്കും നൽകാവുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സിലബസിലെ പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പൊ മൂല്യനിർണ്ണയത്തിൽ ഈ തരത്തിലാണ്. മൂല്യനിർണ്ണയം ഒരു സെമിനാറിനെ അസൈൻമെന്റിനെയും കേന്ദ്രീകരിച്ചത് മാത്രമുള്ള ഒരു കേന്ദ്രീകൃത രീതിയിൽ നിന്ന് മാറി കുറെ കൂടി സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടേസ്റ്റുകൾ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോയ്സുകൾക്ക് അനുസരിച്ച് അവർക്ക് കുറെ കൂടി കംഫർട്ടായിട്ട് ചെയ്ത് ചില പ്രോജക്റ്റുകൾ ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അധ്യാപകർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്ന തരത്തിൽ വാല്യൂ ചെയ്യുന്ന തരത്തിലാണ് വാല്യുവേഷൻ രീതികൾ വന്നിട്ടുള്ളത്. മറ്റൊന്ന് ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള പ്രാധാന്യം. വളരെ വലിയൊരു പ്രശ്നം അതായിരുന്നു. കാരണം ലാംഗ്വേജ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഓരോ കോഴ്സ് കഴിയുന്നതോറും, ഓരോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇവിടുന്ന് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഷ ഒരു പ്രശ്നമാണ്. അത് കമ്പനികളിൽ ജോലി ചെയ്യാണെങ്കിലും പുറത്തുപോയി ജോലി ചെയ്യാണെങ്കിലും ഒക്കെ ഇത് പിന്നീട് മറ്റു ഏജൻസികളാണ് അവർക്ക് ഫിൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇനി ക്യാമ്പസിനകത്തുനിന്ന് തന്നെ ഇത്തരത്തിലുള്ള കഴിവുകളോടുകൂടി തന്നെ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുക എന്നുള്ളത് ഒരു പോസിറ്റീവ് വശമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ലാംഗ്വേജ് നിർബന്ധമായും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവണം എന്നുള്ള ആ തരത്തിലുള്ള പ്രായോഗികമായിട്ടുള്ള പരിശീലന പരിപാടികളോടുകൂടിയാണ് സിലബസുകൾ പരിഷ്കരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ രീതിയിലാണ് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതും അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു വശമാണ്. ഇനി ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഇതിനകത്ത് വരുന്ന മറ്റൊരു കാര്യം, സിലബസുകളിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതേപോലെ സ്ഥാപനങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് സിലബസുകൾ ഉണ്ടാക്കാനും ഡിപ്പാർട്ട്മെന്റുകൾക്ക് സിലബസുകൾ ചെയ്യാനും, ക്രെഡിറ്റുകൾ കുട്ടികൾക്ക് അക്വയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള പേപ്പറുകൾ ഡിസൈൻ ചെയ്യാനും കഴിയും. അത്തരത്തിൽ പേപ്പറുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഡിസൈൻ ചെയ്യും, സിലബസ് തയ്യാറാക്കുകയും വിദ്യാർത്ഥികൾക്ക് അത് തിരഞ്ഞെടുക്കാനും പഠിക്കാനും പറ്റും എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഈ പുതിയ പരിഷ്കാരത്തിന്റെ. പക്ഷെ അവിടെ ഒരു പ്രശ്നം, അവിടെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത്, അതത് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതത് മാനേജ്മെന്റുകൾ അല്ലെങ്കിൽ അതത് ഏത് സ്ഥാപനമാണോ നടപ്പാക്കുന്നത് അതത് യൂണിറ്റുകൾക്ക് അവരുടേതായ രീതിയിലുള്ള ബയാസോട് കൂടിയിട്ടുള്ള സിലബസുകൾ വരുമോ എന്നുള്ള ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അത് മാത്രമാണ് അതിനകത്തുള്ള നെഗറ്റീവ് വശം. പക്ഷെ പോസിറ്റീവായ സൈഡ് എന്ന് പറയുന്നത് അധ്യാപകർക്ക് പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്ന അധ്യാപകർക്ക് അപ്ഡേറ്റ് ഇൻഫർമേഷൻ, ടീച്ചേഴ്സ് ഡിപ്പാർട്ട്മെന്റുകൾ അത് തയ്യാറാക്കുമ്പോൾ ടീച്ചേഴ്സിനും അതത് ഡിപ്പാർട്ട്മെന്റുകൾക്കും അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിലബസുകൾ തയ്യാറാക്കി അതനുസരിച്ചിട്ടുള്ള അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെയല്ലായിരുന്നു. നമ്മുടെ സിലബസിനകത്ത് പ്രിസ്ക്രൈബ്ഡ് സിലബസ് നമ്മൾ തരികയും ആ സിലബസ് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളത് പഠിപ്പിക്കാൻ നിർബന്ധിതരാകുന്നു. അത് മാറുന്നത് വരെ നമ്മളത് പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നു. പുതിയ പുതിയ മാറ്റം, പ്രത്യേകിച്ച് ഈ കാലത്ത് വളരെ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളാവുന്ന തരത്തിൽ ഈ ഡിസൈൻ ചെയ്ത ഒരു സിലബസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്ലാൻ ഈ പരിഷ്കാരത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതനുസരിച്ച് ഒരു കോളേജിലെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ടീച്ചേഴ്സിന് അവരുടെ പ്രത്യേകമായിട്ടുള്ള കഴിവുകളും അവരുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ചെറിയ കോഴ്സുകൾ ഡിസൈൻ ചെയ്യാനും ആ കോഴ്സുകൾ ഓപ്ഷണൽ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതത് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾക്കും തിരഞ്ഞെടുക്കാൻ പറ്റും, മറ്റു ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾക്കും തിരഞ്ഞെടുക്കാൻ പറ്റും. അതിലപ്പുറത്തേക്ക് മറ്റു കോളേജുകളിലുള്ള വിദ്യാർത്ഥികൾക്കും ഓൺലൈനായിട്ട് ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പറ്റും എന്നതാണ്. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ആ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ച് പുതിയ കാലത്തിന്റെ AI-യുടെയും ChatGPT-യുടെ ഒക്കെ കാലത്ത് അതിനനുസൃതമായിട്ട് വിദ്യാർത്ഥികൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള സിലബസ് ആണ്
അല്ലെങ്കിൽ പരിഷ്കാരമാണ് അതിൽ വന്നിട്ടുള്ളത്. അതൊരു വലിയ മാറ്റമാണ്, റവല്യൂഷനാണ്, ഡിജിറ്റൽ റവല്യൂഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതിലുള്ള പ്രത്യേകത ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ ശക്തമാക്കുക, അതുപോലെ തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ അധ്യാപകരുടെ ക്ലാസ്സുകൾ ഓൺലൈൻ ലഭ്യമാക്കുന്ന രീതിയിൽ ഇത്തരം കോഴ്സുകൾ, ഓൺലൈൻ കോഴ്സുകൾ തന്നെ ലിസ്റ്റ് ചെയ്ത് അത് നമ്മൾ റെഡിയാക്കി വെക്കുകയും ആ കോഴ്സുകൾ വളരെ മികവുറ്റ കോഴ്സുകളായിട്ട് നമുക്കതിനെ മറ്റു യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മുടെ കോളേജുകളിലോ അല്ലെങ്കിൽ ഏത് കോളേജിലാണോ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിന്ന് അത്ര കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും എന്നുള്ളതാണ്. അത് മറ്റൊരു വലിയ റവല്യൂഷനാണ്, വലിയൊരു മാറ്റമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകന്റെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം അധ്യാപകരുടെയോ ക്ലാസ്സുകൾ മാത്രം അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രെങ്തോ മാത്രം ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളൊരു പരിമിതി ആണ് നിലവിലുണ്ടായിരുന്നത്. അത് മാറ്റി ഇനിയിപ്പോ ഏത് തരത്തിലുള്ള മറ്റു യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും മറ്റു അധ്യാപകർ നമുക്ക് ഇഷ്ടപ്പെടുന്ന അധ്യാപകന്റെ കോഴ്സ് നമുക്ക് ഓൺലൈനിൽ നമുക്ക് അറ്റൻഡ് ചെയ്ത് അതിന്റെ ഒരു ക്രെഡിറ്റ് നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നമുക്ക് അതിലൊരു മികവുറ്റ ഡിപ്പാർട്ട്മെന്റിൽ ഒരു കോഴ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു റവല്യൂഷനാണ്. ഇതില് ഗുണവും ദോഷവും നമ്മൾ വിലയിരുത്തി. ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് പലപ്പോഴും ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കഴിഞ്ഞ് പഠിക്കാൻ കഴിയാതെ ഡ്രോപ്പ് ഔട്ട് ആവുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുണമുള്ള കാര്യവുമാണ്. കാരണം അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സോട് കൂടിയാണ് പുറത്തു പോകുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും അത് തുടരണമെങ്കിൽ അതിന്റെ ബാക്കിയാണ് തുടരേണ്ടി വരുന്നത്. അതൊരു ഗുണമാണ്. രണ്ടാമത് ഇതിന്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾക്ക് തുടർന്ന് പഠിച്ച് ഒരു മേഖലയെ മുഴുവനായിട്ട് പഠിച്ചെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുന്ന തരത്തിൽ വലിയ ജോലിക്ക് വേണ്ടി ചെറിയ ചെറിയ കോഴ്സുകൾ ചെയ്ത് പഠനം ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഒരു നെഗറ്റീവ് വശം ഇതിനുണ്ട്. അത് ഏത് ശരി ഏത് തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് രണ്ടും വശങ്ങൾ അതിനുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് ഇവാലുവേഷൻ രീതിയുടെ കാര്യമാണ്. വാല്യുവേഷൻ നമുക്ക് മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് വിദ്യാർത്ഥി കുറെ കൂടി സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആണ് നമ്മൾ പറഞ്ഞു. അത് കുറെ കൂടി ഗുണമുള്ള കാര്യം തന്നെയാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അതിനകത്ത് നിന്ന് മാർക്ക് ഉണ്ടാക്കി ക്രെഡിറ്റ് നേടുക എന്നുള്ള ഇതിൽ നിന്ന് മാറി അവരുടെ കഴിവിനെ കുറെ കൂടി നമുക്ക് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പുറത്തു കൊണ്ടുവരാനും അത്തരത്തിലുള്ള വർക്കുകൾ ഡിസൈൻ ചെയ്യാനും വിദ്യാർത്ഥികൾ ഡിസൈൻ ചെയ്ത വർക്കുകൾ മോണിറ്റർ ചെയ്യാനും നമുക്ക് പറ്റും എന്നുള്ളത് ഈ സിലബസിന്റെ ഒരു ഗുണം തന്നെയാണ്. മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ മേജർ മൈനർ രീതിയിലുള്ള സബ്ജക്റ്റുകളെ തരംതിരിക്കലാണ്. അത് ഈ പറഞ്ഞ ഡിഫറെന്റ് സബ്ജക്റ്റുകൾ, ഇപ്പൊ സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ, സയൻസ് വിഷയങ്ങൾ, കൊമേഴ്സ് വിഷയങ്ങൾ, ആർട്സ് വിഷയങ്ങൾ എന്നുള്ള തരംതിരിവ് ഇനി കുറെയൊക്കെ ഇല്ലാണ്ടാവുകയും മേജർ മൈനർ എന്നുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നതോടുകൂടി ഏത് ടോപ്പിക്കിൽ നിന്നും ഏത് സബ്ജക്റ്റിലും ആളുകൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ പഠിക്കാനും അതിലെ ക്രെഡിറ്റുകൾ അക്വയർ ചെയ്യാനും കഴിയും എന്നുള്ളത് കൊണ്ട് വിവിധ തരത്തിലുള്ള കഴിവുകളും വിവിധ തരത്തിലുള്ള കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമുക്ക് കൊമേഴ്സ് കഴിഞ്ഞ് സയൻസ് കഴിയുന്ന ആളുകൾക്ക് ഹ്യൂമാനിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാനവിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ടോ ചില പരിമിതികളും പരിമിതമായ അറിവുകളുമാണുള്ളത്. നേരെ തിരിച്ചുകൊണ്ട് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളോ സോഷ്യൽ സയൻസോ പഠിച്ചു വരുന്ന ആളുകൾക്ക് സാങ്കേതിക വിദ്യയിലോ അല്ലെങ്കിൽ മറ്റു മേഖലയിലോ അല്ലെങ്കിൽ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മേഖലയിലോ അറിവുകളുടെ അല്ലെങ്കിൽ അനുഭവത്തിന്റെ വിജ്ഞാനത്തിന്റെ ഒക്കെ കുറവുകളുണ്ട്. ആ കുറവ് ഏറെക്കുറെ ഈ സംവിധാനം നികത്തും എന്നുള്ളതാണ്. അപ്പൊ അറിവിന്റെ ഒരു വലിയ തരത്തിലുള്ള ഒരു ആഘോഷമാണ്, അല്ലെങ്കിൽ അറിവിന്റെ എല്ലാ തരത്തിലുള്ള ഒരു ജനാധിപത്യവൽക്കരണം കൂടിയാണ് ഈ രീതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ അധ്യാപകരുടെ പഠനത്തിന്റെ രീതിയിലുള്ള ഒരു ജനാധിപത്യവൽക്കരണം ഇതിലുണ്ട്. കാരണം എല്ലാ തരത്തിലും നമുക്ക് ഒരുപാട് റിസോഴ്സുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓൺലൈൻ കോഴ്സുകൾ നമുക്ക് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് അക്വയർ ചെയ്യാൻ പറ്റും. അതൊക്കെ വിദ്യാർത്ഥികളുടെ ബെനിഫിറ്റുകളാണ്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഡിജിറ്റലൈസ്ഡ് കാലത്ത് അല്ലെങ്കിൽ ഡിജിറ്റലൈസ്ഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അറിവുകളെ നമുക്കിങ്ങനെ മൂടിവെക്കാനോ അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചു വെക്കാനോ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അറിവിന്റെ തന്നെ ജനാധിപത്യവൽക്കരണത്തിന്റെ കാലം എന്നുള്ള രീതിയിൽ വിദ്യാർത്ഥികൾക്ക് അത് ആക്സസ് ഉണ്ടാവുക. ഇത്തരത്തിൽ ജനാധിപത്യവൽക്കരണം ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോലെ അതിനുള്ള ആക്സസും കൂടെ നമ്മൾ ഉണ്ടാക്കണം. അത്തരത്തിൽ ആക്സസ് ഉണ്ട് എന്നുള്ളതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആക്സസ് ഉണ്ടാക്കുന്നു ഈ സംവിധാനം എന്നുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇവിടെ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്ന ചില പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിലബസ് പരിഷ്കാരത്തിനകത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും മറ്റു മേഖലയിലേക്ക് പുറത്തൊക്കെ പോകുമ്പോൾ സ്കില്ലിന്റെ കാര്യത്തിലും ലാംഗ്വേജിന്റെ കാര്യത്തിലും പിന്നിലാകുന്നു. അവര് അത്ര മേഖലയിൽ അവർക്ക് ജോലി കിട്ടാനും ഉയർന്ന ശമ്പളങ്ങൾ കിട്ടാനും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു. അത് ഏകദേശം പരിഹരിക്കുന്ന രീതിയിലാണ് ഈ കരിക്കുലത്തിനകത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അതുപോലെ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സെക്ഷൻ വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിലും മറ്റു ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഒക്കെ പുറമേക്കുള്ള മറ്റു വിദേശ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ കൂടുതൽ എക്സ്പോഷറും കൂടുതൽ
കാര്യങ്ങളൊക്കെ തേടി പോകുന്ന ഒരു സമ്പ്രദായം കൂടി നിലവിലുണ്ട്. ആ സമ്പ്രദായത്തിലും ചെറിയ രീതിയിൽ ഒരു മാറ്റം വരും എന്നുള്ളത് ഇതിന്റെ ഒരു പോസിറ്റീവായ സൈഡായിട്ട് നമുക്ക് കാണാം. എന്തായാലും ഡിഗ്രി 4 വർഷമായി. അടുത്ത വർഷം മുതൽ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷം മുതൽ ആ തരത്തിലുള്ള മാറ്റവും അതിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു പുതിയ പ്രതീക്ഷയോടുകൂടി നമുക്ക് പുതിയൊരു അധ്യയന വർഷത്തിൽ ഈ പുതിയ പരീക്ഷണം വളരെ പോസിറ്റീവായിട്ട് കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നത്. കാരണം ഈ പോസിറ്റീവായ മാറ്റങ്ങളെയാണ് നമ്മൾ നോക്കേണ്ടത്, ഈ പോസിറ്റീവായ സൈഡുകളെയാണ് നമ്മൾ നോക്കേണ്ടത്. വിദ്യാർത്ഥികൾക്കും ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ നിലനിൽക്കുന്ന അധ്യാപകർക്കും അതേപോലെ രക്ഷിതാക്കൾക്കും ഒക്കെ കൂടുതൽ അതിന്റെ ഓറിയന്റേഷനും കൂടുതൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഇനിയും കിട്ടേണ്ടതായിട്ടുണ്ട്. എങ്കിൽ കൂടി വളരെ പ്രാഥമികമായ ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇതിലൊട്ടും ആശങ്കക്ക് വകയില്ല. 4 വർഷമാക്കി എന്നുള്ള കാര്യത്തിൽ അതിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് 4 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അതിനെ കാണേണ്ടത്. 4 വർഷത്തേക്ക് കൂടുതൽ പഠന കാര്യങ്ങളും കൂടുതൽ മികവുണ്ടാക്കുന്ന കാര്യം, അക്കാദമിക് ആയ കാര്യങ്ങളും സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള അവസരത്തിന് കൂടുതൽ സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അല്ലെ, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. 4 വർഷം പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് 3 വർഷം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് 4ാം വർഷം ഓണേഴ്സ് വിത്ത് ഡിഗ്രി ചെയ്ത് അതിനുശേഷം PhD ക്ക് എലിജിബിൾ ആവുന്ന ഒരു സാഹചര്യം ഇവിടെ നമുക്കുണ്ട്. അത് കഴിഞ്ഞാൽ റിസർച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 4ാമത്തെ വർഷം റിസർച്ച് ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് സെലക്ട് ചെയ്ത വിദ്യാർത്ഥിക്ക് PhDക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ. നെഗറ്റീവായ വശങ്ങളും പോസിറ്റീവായ വശങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്. അത്തരം ചർച്ചകളെല്ലാം വളരെ സജീവമായി നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ ലൈവായിട്ടുണ്ട്. അത് ഇത്തരം സംവിധാനങ്ങളെ മെച്ചപ്പെടുത്താനും കൂടുതൽ നന്നാക്കാനും ഒക്കെ തന്നെ ഉപകരിക്കുന്ന കാര്യങ്ങളായിരിക്കും എന്നൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. അടുത്ത അധ്യയന വർഷം മുതൽ ഏതായാലും ഈ പുതിയ സംവിധാനത്തെ നമുക്ക് നല്ല പോസിറ്റീവായിട്ട് തന്നെ വരവേൽക്കാം. ഓക്കെ, താങ്ക് യു.